ഓം ശാന്തി. നമ്മുടെ ഈ സംഗമികി പുരുഷാർത്ഥി ജീവിതം എപ്പോഴും ഉണർവിൻ്റെതും ഉന്മേഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെതും ആയിരിക്കണം. അതിന് ഓരോ സമയവും നവീനതയുടെ അനുഭവം ചെയ്യാൻ നമുക്ക് സാധിക്കണം. എൻ്റെ ഓരോ നിമിഷവും പുതുമയുള്ളതാണ്. എൻ്റെ ഓരോ ദിവസവും പുതിയതാണ്. എൻ്റെ ഓരോ സങ്കല്പവും പുതിയതാണ്. നവീനതയുടെ അനുഭവം എപ്പോൾ നമ്മൾ ചെയ്യുന്നോ അപ്പോൾ നമുക്ക് ഉണർവും ഉന്മേഷവും ഉണ്ടാകും. മാത്രമല്ല, മറ്റുള്ളവരെ കൂടി ആ പുതിയ ഉന്മേഷ ഉണർവ് ഉത്സാഹത്തിലേക്ക് കൊണ്ടുവരണം. നമ്മളെല്ലാവരും സ്വയം ഭഗവാന്റെ മഹിമയുടെ ഗീതം പാടി നിരന്തരം സന്തോഷ നൃത്തം ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഈ സംഗമയുഗത്തിലാണ് ഗോപി വല്ലഭനായ ഭഗവാന്റെ ഗോപി ഗോപന്മാരുടെ ഈ പറഞ്ഞ അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം ലഭിക്കുന്നത്. ആ അതീന്ദ്രിയ സുഖത്തിൽ ഭഗവാന്റെ ഗുണഗാനങ്ങൾ പാടി മതിമറന്ന് ആനന്ദ നൃത്തം ചെയ്യണം. നിരന്തരം ഓരോ സമയവും മധുരതയുടെ ചോക്ലേറ്റ് നുണഞ്ഞ് സ്വന്തം അധരങ്ങളെ എപ്പോഴും മധുരമാക്കി വെക്കണം. ആ മധുരമായ അധരങ്ങളിലൂടെ മധുരമായ സംഭാഷണം പുറപ്പെടണം. അതായത് മധുരമായ വാക്ക്, മധുരമായ സംസ്കാരം, മധുരമായ സ്വഭാവം എന്നിവയിലൂടെ നമുക്ക് മറ്റുള്ളവരുടെയും അധരങ്ങളെ മധുരമാക്കണം. നമുക്കറിയാം, നമ്മളൊരു മിഠായി കഴിക്കുന്നു, നമ്മൾ എന്ത് ടേസ്റ്റാണോ അനുഭവിക്കുന്നത് ആ മിഠായി മറ്റൊരാൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതേ മിഠായി അവർ നുണയുമ്പോൾ അതേ സ്വീറ്റ്നെസ്, ആ ടേസ്റ്റ് അവരും ഫീൽ ചെയ്യും. അതേപോലെ നമ്മൾ എന്താണോ അനുഭവിക്കുന്നത് ആ അനുഭവം മറ്റുള്ളവരിലും ഉണർത്തി അവരെയും ഉണർവിലേക്കും ഉന്മേഷത്തിലേക്കും കൊണ്ടുവരും. ഇതിനാദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നവീനതയുടെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കൂ. അതിലൂടെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ അവ്യക്തസ്ഥിതി കൈവരിക്കാം. ബാബ നമുക്ക് നൽകുന്ന പാലനയ്ക്ക് റിട്ടേൺ ആയി നമുക്ക് നമ്മുടെ അവ്യക്ത സ്ഥിതിയിലേക്ക് എളുപ്പം എത്തിച്ചേരാൻ സാധിക്കും. ഓം ശാന്തി.